ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കോഴിക്കോട് പാരഗൺ ഹോട്ടൽ ബിരിയാണി. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പാരഗൺ ഹോട്ടൽ ബിരിയാണി മനസ്സിലായ ആലപ്പുഴ യൂപി സ്കൂളിലെ അധ്യാപകനാണ് ഗായ്സ്. ഇത് നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരിത് ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയാണ് കോഴിക്കോട്. അപ്പോൾ നമ്മൾ കോഴിക്കോട് വന്നിട്ട് ലുലു കാണാതെ പോകുന്നത് മോശമല്ലേ? അപ്പോൾ ഞങ്ങൾ ലുലുവിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ലുലു മാളിലോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട് ലുലു മാൾ വന്നിട്ട് ശരിക്ക് ഒന്ന് കണ്ടില്ല എന്നുള്ള പരാതി വേണ്ട. നമ്മൾ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും ലുലു മാൾ നമ്മൾ കയറി കണ്ടു. അപ്പോൾ ഇനി കോഴിക്കോട് ലുലു മാൾ കൂടെ കണ്ടിട്ട് എങ്ങനെ നോക്കാം. നല്ല ഫ്രണ്ടിലൊക്കെ നല്ല സ്പേസാണ്, നല്ല പാർക്കിംഗ് സ്പേസൊക്കെ അടിപൊളി, നല്ല വിശാലമായ രീതി. പക്ഷേ എറണാകുളത്തിൻ്റെ അത്രയും, പക്ഷേ വലിപ്പം എറണാകുളത്തിൻ്റെ അത്രയും കാണാൻ ചാൻസില്ല എറണാകുളത്തിൻ്റെ തിരുവനന്തപുരത്തിൽ. കാരണം വലിപ്പം വെച്ച് പോയി കഴിഞ്ഞാൽ ഇത് കുറച്ച് ചെറുതാണ്. ഇത്രേ ഉള്ളൂ. എന്തായാലും നമ്മളിതിനകത്ത് കയറി നോക്കുമ്പോൾ അറിയാം എന്താണ് അതിൻ്റെ ഒരു അവർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം എന്തായാലും ലുലു മാളിൻ്റെ അകത്തോട് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യണം. അത് സ്വിച്ച് വെച്ചിട്ട് ഓണാക്കിയിട്ടേ വെച്ചെടുത്ത് വെച്ച് തരാം. നിനക്കല്ലേ ഉള്ളൂ, ഞങ്ങൾ. അപ്പോൾ അത് നമ്മൾ ലുലുവിനകത്തേക്ക് കയറുകയാണ്. കൊള്ളാം. കോഴിക്കോട് ലുലു മാൾ എറണാകുളത്തിന് അത്രയൊന്നുമില്ല, ചെറിയൊരു സെറ്റപ്പ് ആണെങ്കിലും അടിപൊളി. ഗായ്സ്, സൂപ്പർ ഗായ്സ്. നമ്മൾ ഇപ്പോൾ കോഴിക്കോട് ലുലു മാളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ ഉദ്ഘാടനം കഴിഞ്ഞിട്ട്. എന്തായാലും ഇപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ. വരും കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ലുലു മാളെന്ന്. അപ്പോൾ എന്തായാലും ലുലു മാളിൻ്റെ കാഴ്ചകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകാണ്. ഇപ്പോൾ ഹൈപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് പച്ച കളർ, എല്ലായിടത്തും ഹൈപ്പർ മാർക്കറ്റ് പച്ച കളറിലായിട്ട് പൊട്ടനുണ്ട്. അത് ആ സാധനം കാണിച്ചു തരാമല്ലോ. ഹൈപ്പർ മാർക്കറ്റ് ഇതാണ് ബാഗ് വെക്കുന്ന സ്ഥലം. ഇവിടെ നമ്മൾ ബാഗ് വെച്ചതിന് ശേഷം നമ്മൾ നീ വട ഇറക്കാം. ഇതുണ്ടോ, ആക്സിൻ്റെ സ്പ്രേക്കൊക്കെ 50% ഓഫറൊക്കെ ഉണ്ട്. നിന്നെ പോലുള്ളവന്മാരല്ല ഇത് ഉള്ള സ്പ്രേ മൊത്തം അടിച്ച് പിന്നെ എങ്ങനെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കയറി സാധാരണ നമ്മളെ മലയാളികളെല്ലാം ചെയ്യുന്ന പരിപാടികളാണ് നമ്മുടെ പിള്ളേർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പ്രേയുടെ സെക്ഷനാണ്. കണ്ണിൽ കാണുന്നതൊക്കെ വാരി അടിക്കുകയാണ്. ഇനി എന്താവും എന്നുള്ളത് കണ്ടറിയാം. ഒരു വൃത്തിയിട്ട സ്മെല്ലാവും ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ. നമ്മുടെ കിട്ടിയില്ല. എനിക്ക് ഇതിന്റെ സാമ്പിൾ നോക്കാൻ പറ്റുന്നില്ല. ഇത് ഫുള്ള് ലോക്ക് അടച്ചു പൂട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ സാമ്പിൾ നോക്കിയാണെങ്കിൽ എനിക്ക് ഒരു തൃപ്തി വരുന്നു. നമുക്ക് സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗോൾക്കിൻ്റെ സെക്ഷനിലാണ്. വളരെ തുച്ഛമായ റേറ്റേ ഉള്ളൂ. നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയൊക്കെ ഉള്ള സാധനമാണ്. ടെസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ്. ചാത്ത സാധനം. ഇതിന്റെ സ്മെല്ലെന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നത് വെറും വൃത്തിയാണ്. ബിസ്ക്കറ്റ് വെറും
ബിസ്ക്കറ്റിനെ വേണോ? ബിസ്ക്കറ്റിൻ്റെ ഇത് തന്നെ, ഇത് ബിസ്ക്കറ്റിനെ വേണമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വെറും തൊട്ട് കാണാൻ ഇതൊക്കെ സ്മെല്ല് ഇതൊക്കെ. അപ്പൊ 2 എണ്ണത്തിന് ഇന്ന് ലുലുവിൽ കെട്ടിയിടുന്നതായിരിക്കും. കൊള്ളത്തില്ല, നമ്മൾ കൊള്ളത്തിലാണ്. അതിൻ്റെ ഇതൊക്കെ സ്മെല്ല്. ഗുഡ് മോർണിംഗ്. നമ്മളെ സാധനം പാർക്കവന്യൂ ലിയോ നമ്മുടെ ബ്രാൻഡ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വീണ്ടും ഇവിടെയൊക്കെ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാം ഒന്ന് കണ്ട് തിരിച്ച് പോകാൻ എന്നുള്ള പ്ലാനാണ്. നമ്മുടെ കേക്ക് പപ്പടം രുചിച്ചു നോക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരാം. എല്ലാവരും ബിരിയാണി എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. കഴിച്ചു വരാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ എന്തായാലും പാരായൺ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഇൻട്രോ പറയാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വന്ന് കയറിപ്പോൾ തിരക്ക് ഇതോളം നമുക്കപ്പോൾ ഒരു ചാൻസ് പെട്ടെന്ന് കയറാൻ കിട്ടി. അങ്ങനെ അപ്പോൾ തന്നെ ഞങ്ങൾ കയറിയായിരുന്നു. ഞങ്ങൾ ഇറങ്ങുമ്പോൾ നോക്കില്ല, നേരെ കയറി. എന്തായാലും നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ നമ്മൾ കൊല്ലത്തിന് ഇവിടെ കൊണ്ട് കഴിക്കാനുള്ള ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ അതേപോലുള്ള ബിരിയാണി നമ്മുടെ നാട്ടിലും കിട്ടുന്നുണ്ട്. എങ്കിലും കൊള്ളാം. ഞാനിപ്പോൾ പാരായൺ ഹോട്ടലിൽ ഇറങ്ങാൻ പോവാണ്. ഇനി നേരെ കോഴിക്കോട്, നേരെ കാപ്പാട് ബീച്ചിലോട്ട് പോകാൻ പോകണം. അപ്പോൾ ഇതിൽ അടുത്ത വിശേഷങ്ങൾ ഇനി ഇതിൻ്റെ പോലെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കാപ്പാട് ബീച്ചിൽ കാണാം.